അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദ്, അതിലെ രണ്ടാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാനിയ, രണ്ടാമത്തെ പാഠം. ലൈസ കമിസിലിഹി ഷൈഉൻ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ഉസ്താദേ, ഗ്ലാസ് പൊട്ടി. അബ്ദുള്ള പരിഭവിച്ചു. എങ്ങനെയാണ് പൊട്ടിയത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അബ്ദുള്ള കരച്ചിലിന്റെ വക്കോളമെത്തി. മോൻ കരയണ്ട. എന്തായാലും ഗ്ലാസ് വെറുതെ പൊട്ടില്ല. നിങ്ങൾ ആരും പൊട്ടിച്ചതുമല്ല. പിന്നെങ്ങനെ? കുട്ടികൾക്ക് ആകാംക്ഷയായി. ചായയുടെ ചൂട് താങ്ങാൻ ഗ്ലാസിന് സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണത് പൊട്ടിയത്. ഏതു വസ്തുവിനും മാറ്റം സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ഘടകമല്ലാത്ത മറ്റൊരു ബാഹ്യശക്തി അതിൽ ഇടപെടണം. ഉസ്താദേ, അപ്പോൾ പഴം പഴുക്കുന്നത് എങ്ങനെയാണ്? എത്തിലിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തന ഫലമായി. സ്കൂളിൽ പഠിച്ച ഓർമ്മ വെച്ച് ഫാത്തിമ സന പറഞ്ഞു. മിടുക്കി. ഉസ്താദ് അഭിനന്ദിച്ചു. മൃതദേഹം അളിയുന്നതും പച്ചപ്പഴം പഴുക്കുന്നതും ഇല പൊഴിയുന്നതും എന്നല്ല, ഏതൊരു വസ്തുവിലും ഏതൊരു മാറ്റം ഉണ്ടാവുന്നതും അതിൽ ഒരു ബാഹ്യശക്തി ഇടപെടുന്നത് കൊണ്ടാണ്. ഉസ്താദ്, ഈ പ്രപഞ്ചം ഉണ്ടായതെങ്ങനെയാണ്? മഹാവിസ്ഫോടനത്തിലൂടെ. ഹിബ പറഞ്ഞു. ശരി, അങ്ങനെ സങ്കൽപ്പിക്കുക. അപ്പോൾ പ്രപഞ്ചത്തിൽ ഒരു ബാഹ്യശക്തി ഇടപെട്ടിട്ടുണ്ടാവില്ലേ? തീർച്ചയായും. ആ ബാഹ്യശക്തി ഏതാണ്? അല്ലാഹു തആല. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ആരാണ് അത് വിശദീകരിക്കുക? പ്രപഞ്ചത്തിന്റെ ഘടകമല്ലാത്ത ഒരു ബാഹ്യശക്തി. ഹാദി പറഞ്ഞു. ഐവ, അഹ്സൻത്. നീളം, വീതി, ആഴം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഇടപെട്ട ബാഹ്യശക്തി ഏതാണ്? ഇവ കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒരു ശക്തി. ആ ശക്തി ആരാണ്? അവനാണ് അല്ലാഹു തആല. അവൻ സൃഷ്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. അല്ലാഹു തആലാക്ക് ശരീരമുണ്ടോ? ഇല്ല. അവയവങ്ങളുണ്ടോ? ഇല്ല. സ്ഥലമുണ്ടോ? ഇല്ല. അവൻ സ്ഥലകാലങ്ങൾക്കതീതനാണ്. ഇനി നോക്കൂ, ഇവിടെ താഴെ നമുക്ക് ഖുർആനിലെ ആയത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ലൈസ കമിസിലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. പാഠം നന്നായി വായിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നഷ്റഹുൽ മഅന, സാരം എഴുതാനുള്ളതാണ്. നമുക്ക് നോക്കാം. 1. ലൈസ കമിസിലിഹി ഷൈഉൻ. അതിന്റെ സാരം, അവനെപ്പോലെ വേറെ യാതൊന്നും തന്നെയില്ല. 2. വഹുവസ് സമീഉൽ ബസീർ. അതിന്റെ സാരം, അവൻ എല്ലാം കേൾക്കുന്നവനും നന്നായി കാണുന്നവനുമാണ്. 3. ഖുൽ ഹുവല്ലാഹു അഹദ്. അതിന്റെ സാരം, നബിയെ, അങ്ങ് പറയുക, അവൻ ഏകനായ അല്ലാഹുവാകുന്നു. 4. അല്ലാഹു സമദ്. സർവ സൃഷ്ടികൾക്കും ആശ്രയം അല്ലാഹുവാകുന്നു. 5. ലം യലിദ് വലം യൂലദ്. അതിന്റെ സാരം, അവൻ ആർക്കെങ്കിലും ജന്മം നൽകുകയോ ആരുടെയെങ്കിലും സന്തതിയായി ജനിക്കുകയോ ചെയ്തിട്ടില്ല. 6. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതിന്റെ അർത്ഥം, അവന് തുല്യനായി ആരും തന്നെ ഇല്ല താനും. അപ്പൊ നിങ്ങൾ ആ സാരമൊക്കെ അവിടെ കൃത്യമായിട്ട് എഴുതുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുബയ്യൻ, വ്യക്തമാക്കാനുള്ളതാണ്. 1. പഴം പഴുക്കുന്നതെങ്ങനെ? അതിന്റെ ഉത്തരം, എത്തിലിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തന ഫലമായാണ് പഴം പഴുക്കുന്നത്. 2. ചൂടുവെള്ളം ഒഴിച്ച ഗ്ലാസ് പൊട്ടുന്നതെങ്ങനെ? ഉത്തരം, ചൂട് താങ്ങാൻ ഗ്ലാസിന് സാധിക്കാത്തതിനാലാണ് ഗ്ലാസ് പൊട്ടുന്നത്. 3. മഹാവിസ്ഫോടനം. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം വിശദീകരിക്കുന്ന ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ് മഹാവിസ്ഫോടനം. 4. പ്രപഞ്ചം, അതിനെക്കുറിച്ചിട്ട് വ്യക്തമാക്കണം. നീളം, വീതി, ആഴം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ്. അടുത്തത് നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. അപ്പോൾ ഈ പാഠം വായിച്ചിട്ട് നമ്മൾ തന്നെയാണ് ചോദ്യവും ഉത്തരവും തയ്യാറാക്കേണ്ടത്. നോക്കൂ,
ഒന്നാമത്തെ ചോദ്യം, ഒരു വസ്തുവിൽ മാറ്റം സംഭവിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം, അതിന്റെ ഘടകമല്ലാത്ത മറ്റൊരു ബാഹ്യശക്തി അതിൽ ഇടപെടുമ്പോഴാണ് ആ വസ്തുവിൽ മാറ്റം സംഭവിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ പ്രപഞ്ചം ഉണ്ടായതെങ്ങനെ? ഉത്തരം, പ്രപഞ്ചത്തിന്റെ ഘടകമല്ലാത്ത ഒരു ബാഹ്യശക്തി അതിൽ ഇടപെട്ടതിനാലാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. മൂന്നാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിൽ ഇടപെട്ട ആ ബാഹ്യശക്തി ഏതാണ്? ഉത്തരം, ആ ബാഹ്യശക്തി അല്ലാഹു തആലയാണ്. നാലാമത്തെ ചോദ്യം, ഏത് ഹോർമോണിന്റെ പ്രവർത്തന ഫലമായാണ് പഴം പഴുക്കുന്നത്? ഉത്തരം, എത്തിലിൻ എന്ന ഹോർമോണിന്റെ. അഞ്ചാമത്തെ ചോദ്യം, അല്ലാഹു തആല എങ്ങനെയുള്ളവനാണ്? ഉത്തരം, അവൻ സൃഷ്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. അവൻ ശരീരമോ അവയവങ്ങളോ സ്ഥലമോ ഇല്ലാത്തവനാണ്. അവൻ സ്ഥലകാലങ്ങൾക്കതീതനാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.